നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടോ, താൻ എന്താ വിചാരിച്ചത്? ഞാനൊരു കിഴങ്ങനാണെന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. കല്യാണക്കത്ത് കാണിക്കാൻ പറഞ്ഞു, അതല്ലേ ഞാൻ കാണിച്ചത്. തന്റെ പേര് ആകാശ് എന്നല്ലേ? അതെ. കല്യാണക്കത്തിൽ അരവിന്ദ് എന്നാണല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് മനസ്സിലായി. സാർ എന്തേ പറയുന്നേ? ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ പിന്നെ എന്താ സാർ ഉദ്ദേശിച്ചത്? ആ അർത്ഥം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു തരണോ? അത് തന്നെ. സാർ മതി സാർ, ഇനി ഇങ്ങനെ സംസാരിക്കരുത്. പോലീസ് ആണെന്ന് വെച്ച് ആരോടെ എന്തും പറയാന്നാണോ? സാറിന് ഡിഗ്രി ഇല്ലാതെ ജോലി കിട്ടില്ലല്ലോ. അത്രയെങ്കിലും പഠിച്ചതിന്റെ സംസ്കാരം കാണിക്കണം സാർ. ഹലോ, നിർത്ത. എന്താ സാർ, ദേഷ്യം വന്നോ? സാറിനെ പറഞ്ഞപ്പോ കൊണ്ടുവല്ലേ? അതുപോലെ തന്നെയാ സാർ ഞങ്ങൾക്കും. ചുമ്മാ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൈകെട്ടി നിന്ന് ഉത്തരം പറയാൻ പറ്റില്ല. സാർ പ്ലീസ് ഒന്ന് പോയി തരാമോ? ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ഞങ്ങൾ എന്തിനു മറുപടി പറയണം? ഇത് എന്റെ ഭർത്താവാ, എന്റെ അമ്മാവന്റെ മകൻ, എന്റെ മോർച്ചർക്കൻ. നാട്ടുകാരെ നോക്കി നിൽക്കെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ്. ആ ഞങ്ങളോടാണോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതിന് ഞങ്ങള് മറുപടി തരണോ? ഇനി ഞങ്ങളെ പറ്റി ഒരു വാക്ക് പറഞ്ഞ എന്താ നടക്കാന്ന് സാർ ആലോചിച്ചോ? സമാധാനമായിട്ട് സംസാരിക്കും. അതെങ്ങനെയാ കുച്ചേട്ടാ? ചുമ്മാ കയറി വന്ന് ഓരോന്ന് ചോദിച്ചാ എങ്ങനെ മറുപടി കൊടുക്കാനാ? ശരി ഏതാ തെറ്റേതാന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഇവരൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുക. പെങ്ങളെ വേണ്ട. സാർ, കുട്ടനാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാ ഞാൻ. ഇതെന്റെ ID കാർഡ്. എന്റെ അച്ഛൻ ബാലേന്ദ്രൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാ. വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. നാട് മുഴുവനും ബഹുമാനത്തോടെ ബാലമാഷ് എന്ന് വിളിക്കും. ആ ബാലമാഷിന്റെ മകനാ ഞാൻ. ഇതെന്റെ ഭാര്യ ചാരുലത. സാർ, ഇതിൽ കൂടുതൽ എന്നെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് വിളിക്കാൻ പറയാം. അക്കുചേട്ടാ വേണ്ട, നമുക്ക് പോവും കുട്ടനാട്ടിലോട്ട്. ഇവരെ പേടിച്ച് നമ്മളെന്തിനു പോണം? ഞാൻ അഡ്വക്കേറ്റിനെ വിളിക്കാം. വേണ്ട അക്കുചേട്ടാ, നമുക്ക് പോവാം. എനിക്ക് എന്തോ പോലെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക അക്കുചേട്ടാ. സർ, ഇത്രയും മതി. അവര് നാട്ടിലേക്ക് പൊയ്ക്കോളും. ആകാശ്, ഇതിവിടെ സ്ഥിരമായിട്ടുള്ള എൻക്വയറിയാ. സ്ഥിരമായിട്ടുണ്ട്. നിങ്ങൾ അഡ്വക്കേറ്റിനോടൊന്നും സംസാരിക്കണ്ട, ഞങ്ങൾ പോകാം. ഓക്കെ മാഡം. താങ്ക് യു. അക്കുചേട്ടാ സമയം കളയണ്ട, നമുക്കിപ്പോ തന്നെ പോവാം. നമ്മൾ എന്തിനാ പോകുന്ന കാക്കുത്തി? പോലീസുകാര് പോയില്ലേ? അവരെ പോയാലും ആ പോലീസുകാരന്റെ ചോദ്യം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. നമുക്ക് പോവാം, പറയുന്നൊന്ന് കേൾക്ക്. കാക്കുത്തി, ഇങ്ങനെയുള്ള എൻക്വയറിയൊക്കെ കോമൺ ആയ കാര്യമാണ്. കോമൺ ആയ കാര്യോ? നമ്മളെ ഏത് രീതിയിൽ അവര് പറഞ്ഞത്? കരയാതെ കാക്കുത്തി, നമുക്ക് പോവാം അക്കുചേട്ടാ. നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. നമ്മളിപ്പോ പോയാ അച്ഛൻ എന്ത് വിചാരിക്കും? നമ്മൾ മൂന്നാർ വന്ന് അടിച്ചു പൊളിച്ച് കറങ്ങാന്നല്ലേ അവർ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടുകാരുടെ മുന്നിൽ ചെന്ന് നിന്ന് അവരുടെ സന്തോഷം കൂടി കളയണോ? അക്കുചേട്ടന് എല്ലാം സിമ്പിളാ. പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റിയോ? നമ്മൾ ഭാര്യയും ഭർത്താവാണെന്നുള്ളതിന് എന്ത് തെളിവാ നമ്മുടെ കയ്യിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ കയ്യിൽ കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ പോലീസ് ഈ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ അപമാനിക്കുമായിരുന്നോ?
പേരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത നമ്മള് എന്തിനാ ടൂർ എന്ന് പറഞ്ഞ് നടക്കുന്നേ? നമ്മളിപ്പോ ജീവിക്കുന്ന ജീവിതത്തിന് ഈ ടൂർ ആവശ്യമുണ്ടോ? മെഡല് പൂക്കൾ വേണോ? നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അല്ലാതെ റിസോർട്ടിൽ വന്ന് റൂം എടുത്ത് താമസിച്ച ആ സന്തോഷം കിട്ടുമോ? നമ്മൾ ജീവിക്കുന്ന എല്ലാരും കാണിക്കാനുള്ള ഈ ജീവിതം ഉണ്ടല്ലോ, മനസ്സുകൾ മാറാതെ അതൊരു ജീവിതം ആവില്ല. ഇപ്പൊ ഉണ്ടായ അപമാനത്തിന്ന് ഇനി പുറത്തു വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ചേട്ടാ. ചാരു, ചാരു, ആകാശേ, എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും. സോറി അക്കുച്ചേട്ടാ, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അക്കുച്ചേട്ടനെ സങ്കടപ്പെടുത്തി. അന്നേരം മനസ്സിൽ തോന്നിയ ദേഷ്യവും വിഷമവും ഒക്കെയാ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാകരുതെന്നും ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കാതെയാണോ എന്നൊന്നും അറിയില്ല. ഒരു നിമിഷങ്ങളിലും ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സന്തോഷത്തോടെ വന്ന അക്കുച്ചേട്ടന് ഞാൻ തന്നത് വേദനയും വിഷമവുമല്ലേ? ഞാൻ എന്ത് ചെയ്യും അക്കുച്ചേട്ടാ? ഞാൻ എവിടെ ചെന്നാലും എന്നെ കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷങ്ങള് വഴിമുടക്കി നിൽക്കുക. എല്ലാം